ഏത് വർഷമാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത്? 1920. ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ട് രചിച്ചത് ആര്? ഇരയിമ്മൻ തമ്പി. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി സർദാർ വല്ലഭായി പട്ടേലിനെ സഹായിച്ച മലയാളി ആരാണ്? വി.പി. മേനോൻ. 2 തവണ തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ്? വി.കെ. കൃഷ്ണമേനോൻ. വാസ്തുശില്പ മേഖലയിലെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന പ്രിറ്റ്സ്കർ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? ബാലകൃഷ്ണ ദോഷി. പെട്രോ എന്ന പേരിൽ വെർച്വൽ കറൻസി പുറത്തിറക്കിയ രാജ്യം? വെനസ്വേല. ഫ്യൂജിയാമ അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ്? ജപ്പാൻ. ജമ്മു കാശ്മീരിലെ ഔദ്യോഗിക ഭാഷ ഏത്? ഉറുദു. പിൻകോഡ് സമ്പ്രദായം ആരംഭിച്ച വർഷം ഏത്? 1972. ആരുടെ ആത്മകഥയാണ് പരൽമീൻ നീന്തുന്ന പാടം? സി.വി. ബാലകൃഷ്ണൻ. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന യാത്രാവിവരണത്തിൻ്റെ രചയിതാവ് ആര്? എം.ടി. വാസുദേവൻ നായർ. സവർണജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? മന്നത്ത് പത്മനാഭൻ. കൽക്കത്ത പശ്ചാത്തലമാക്കി കെ.ആർ. മീര രചിച്ച നോവൽ? ആരാച്ചാർ. ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് സ്ഥാപിച്ചത് ആര്? കാർട്ടൂണിസ്റ്റ് ശങ്കർ. പമ്പ നദിയുടെ പതനസ്ഥാനം എവിടെയാണ്? വേമ്പനാട്ടുകായൽ. റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം? ജനീവ. ഇന്ത്യയുടെ അതേ പ്രാദേശിക സമയം ഉള്ള രാജ്യം ഏത്? ശ്രീലങ്ക. ദേശീയ ഗാനം പാടുന്നതിനു വേണ്ട അംഗീകൃത സമയം? 52 സെക്കൻഡ്.